അപ്പോൾ ഇപ്പോൾ ഏറ്റവും പുതിയ വിവാദം UDF വന്നിരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം നൽകാത്തതിലായിരുന്നു. അത് ഇന്നലെ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞാ വേദിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ വരവും വന്നതിന് ശേഷം അദ്ദേഹത്തിന് ആർപ്പ് വിളികളോടെയാണ് അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം അദ്ദേഹത്തെ സ്വീകരിച്ചത്. അപ്പോൾ അതായത് സതീശന് ലഭിച്ചതുപോലെ തന്നെ ജനങ്ങൾക്കുള്ളിൽ നിന്നുള്ള ഒരു സ്വാഭാവിക സ്വീകാര്യത അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്നുള്ളത് ഇന്നലത്തെ സംഭവങ്ങളിൽ കൂടെ തന്നെ വ്യക്തമായിട്ടുണ്ട്. ഇന്നലത്തേത് മാത്രമല്ല, അദ്ദേഹത്തിന് ലഭിച്ച ഭൂരിപക്ഷം തന്നെ നോക്കുകയാണെങ്കിലും വലിയൊരു മികച്ച ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. അത് ഉമ്മൻചാണ്ടിയെക്കാട്ടിൽ ഭൂരിപക്ഷം ലഭിച്ചു. അപ്പോൾ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അദ്ദേഹം കൂടുതൽ അദ്ദേഹത്തിന് പോപ്പുലറായി മാറുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അത് ഇന്നലെ ചാണ്ടി ഉമ്മൻ വന്നത് സാധാരണ ജനങ്ങളുടെ കൂടെ മെയിൻ ഗേറ്റിലൂടെയാണ് കടന്നു വന്നത്. അതായത് സാധാരണ ഗേറ്റിൽ കൂടെ തന്നെ നടന്നാണ് വന്നത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. എന്റെ പിതാവിന്റെ ഓർമ്മ ഇതേ ദിവസം തന്നെയാണ്, അതിനാൽ തന്നെ നടന്ന് എല്ലാരും കൂട്ടി ആണ് വന്നത്. ചാണ്ടി ഉമ്മന് മന്ത്രിസ്ഥാനം സത്യത്തിൽ കൽപ്പിച്ചു കൊടുത്തത് ഇവിടുത്തെ മാധ്യമങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. ചാണ്ടി ഉമ്മന്റെ പേര് മന്ത്രിസഭാ ലിസ്റ്റിൽ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. അപ്പോൾ 2011 VD സതീശൻ മന്ത്രിയാകേണ്ടതായിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെ വെട്ടിയതിന് പകരം സതീശൻ ഇപ്പോൾ ചാണ്ടി ഉമ്മനെ, അദ്ദേഹത്തിന്റെ മകനായ ചാണ്ടി ഉമ്മനെ വെട്ടി നിരത്തി എന്ന് പറഞ്ഞൊരു ട്രോളൊക്കെ അതിൽ നമുക്ക് പറയാൻ കാരണം എന്താണ്, ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ ഒരു പ്രചാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ചാണ്ടി ഉമ്മനും പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ വെട്ടിമാറ്റി എന്നുള്ള ഇതിൽ എത്രത്തോളം നമുക്കത് പറയാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പം ഇന്നാണേലും അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് മന്ത്രിയായി വെറുപ്പ് സമ്പാദിക്കുന്നതിലും നല്ലത് MLA ആയി ജനങ്ങളുടെ ജനപ്രീതി ലഭിക്കുന്നതാണെന്ന് അദ്ദേഹം ഒരു മാധ്യമത്തിൽ ഒരു നല്ല കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം നമുക്കറിയാം ചാണ്ടി ഉമ്മൻ്റെ പ്രചാരണം എല്ലാം നമുക്കറിയാമല്ലോ. അദ്ദേഹം സൈക്കിളിലാണ് പോയത്. പിന്നെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും അദ്ദേഹം കയറി ഇറങ്ങിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിലൂടെ ഇങ്ങനെ ചുമ്മാ സൈക്കിളിൽ അങ്ങ് പോവുകയായിരുന്നു ചെയ്തത്. പോസ്റ്ററുകളൊക്കെ വളരെ കുറവായിരുന്നു. പോസ്റ്റർ അദ്ദേഹമായിട്ട് ഒട്ടിച്ചല്ല, വേറെ ആരൊക്കെ ഒട്ടിച്ചാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങുക. കാരണം ഒരു എതിരാളി ഇല്ലാത്ത രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. എതിരാളി ഉണ്ടെങ്കിൽ കൂടിയും എതിരാളിയെ എതിരാളി അങ്ങ് തീരെ ശക്തനല്ലാതെ ആക്കി മാറ്റി അദ്ദേഹം മുന്നേറി. എതിരാളിയെ നിർത്തി അങ്ങ് അപമാനിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സത്യത്തിൽ പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രചാരണത്തിലൂടെ ഈ കാശും മുടക്കി എല്ലായിടത്തും നടന്ന എതിരാളിയെ നിർത്തി അങ്ങ് അപമാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മാത്രമല്ല ഈ ചാണ്ടി ഉമ്മന്റെ പ്രചാരണത്തിന് ഏതോ ഒരു നാട്ടിൽ നിന്നൊരു ഏതോ സംസ്ഥാനത്തു നിന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് തെലങ്കാനയിൽ നിന്നാണോ അതോ കർണാടകയിൽ നിന്നാണോ, മന്ത്രിയുടെ പേര് ഞാൻ മറന്നുപോയി. ചാണ്ടി ഉമ്മ സൈക്കിളെ പോകുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിനും അങ്ങനെ പോകേണ്ടി വന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്ക് ഭയങ്കര മഴ പെയ്തു. ചാണ്ടി ഉമ്മ മഴ പെയ്ത് ഈ തോളെടുത്ത് ഓർത്ത് നോക്കിയിട്ട് എല്ലാ വീട്ടിലും കയറി സൈക്കിളും ചവിട്ടി അങ്ങ് പോയി. മറ്റേ കൂടെ വന്ന പുള്ളിക്ക് ഇയാളുടെ കൂടെ മഴ നനയേണ്ടി വന്നു. അങ്ങനത്തെ അവിടുത്തെ വോട്ടർമാരെ സംബന്ധിച്ച് ഇതൊരു പുതിയ കാഴ്ചയായിരുന്നു. കാരണം സാധാരണ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ഈ മോഡിഫൈ ചെയ്ത ജീപ്പിന് മുകളിൽ കൈ കാണിച്ചു പോകുന്ന അത്തരം പതിവ് കാഴ്ചകളായിരുന്നു നമ്മൾ സാധാരണ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അദ്ദേഹം വളരെ വ്യത്യസ്തനായിട്ട് മാറിയായിരുന്നു ആ തിരഞ്ഞെടുപ്പ് കാലത്ത്. ഈ ഉമ്മൻചാണ്ടിയുടെ മരണശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചെങ്കിലും MLA എന്ന നിലയിൽ അദ്ദേഹം പരാജയമാണെന്നൊരു ആക്ഷേപം അവിടെ നിന്ന് തന്നെ ഉയർന്നിരുന്നു. അങ്ങനെ ഉയർന്നു വന്ന ഒരു സാഹചര്യത്തിലാണ് ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മുടെ മറുനാടനടക്കം അദ്ദേഹത്തിന് വാൺ ചെയ്യുന്ന തരത്തിൽ, അദ്ദേഹത്തിന് മുന്നറിയിപ്പ് കൊടുക്കുന്ന തരത്തിൽ നമ്മുടെയൊക്കെ വാർത്തകൾ വന്നു. അദ്ദേഹം തീർത്തും ഇങ്ങനെ പോയ അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടു പോകും. പൊടുന്നനെയാണ് അദ്ദേഹത്തിൻ്റെ ശൈലി മാറ്റുന്നത്. പിന്നീട് അദ്ദേഹം തീർത്തും ജനകീയനാണ്. അതായത് ഉമ്മൻചാണ്ടിക്ക് പോലും നേടിയെടുക്കാൻ പറ്റാത്ത ഭൂരിപക്ഷമാണ് ചാണ്ടി ഉമ്മൻ അവിടെ നേടിയെടുത്തത്. അത് ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള നിലയിലുള്ള ഒരു വാത്സല്യം ഒരു പരിധി വരെ ഉണ്ട്. അതിന് പുറമെ അയാളുടെ വ്യക്തിത്വത്തോടെ ആ മനുഷ്യനെ എല്ലാവർക്കും ഇഷ്ടമാകുന്ന തരത്തിലേക്ക് അയാൾ മാറ്റിയെടുത്തു. അതുകൊണ്ട് തന്നെയാണ് യാതൊരു തെരഞ്ഞെടുപ്പ് ചെലവും വഹിക്കാതെ ഇത്രയും കൂടിയ ഭൂരിപക്ഷം നേടിയെടുത്തത്. അതിനൊപ്പം തന്നെ പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ കുടുംബാംഗങ്ങൾക്ക് എതിർപ്പും അസംതൃപ്തി. അദ്ദേഹത്തിന്റെ സഹോദരി പക്ഷെ പറഞ്ഞത് ഈ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കൊടുക്കാത്തതിന്റെ പേരിലൊന്നും അല്ല സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത്, മറ്റു കാരണങ്ങളാണെന്നായിരുന്നു വിശദീകരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഇവർ രണ്ടുപേരും, അമ്മയും ചാണ്ടി ഉമ്മൻ്റെ മൂത്ത സഹോദരി, ഇളയ സഹോദരി നാട്ടിലില്ലല്ലോ, മൂത്ത സഹോദരിയും കൂടി AK ആൻ്റണിയെ കണ്ടു. തനിക്ക് ഈ ചാണ്ടിക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനമാണ്, അത് കൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്.
കാരണം ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ഒരു പൈതൃകം പേർന്ന ഒരാൾ. അതെ. പിന്നെ ഇപ്പോഴത്തെ എല്ലാ പ്രവർത്തകർക്കും ചാണ്ടി ഉമ്മനോട് സ്നേഹമുണ്ട്. ഉമ്മൻചാണ്ടിയോട് സ്നേഹം ഉണ്ടായിരുന്ന ഈ കോൺഗ്രസ് അനുഭാവികൾക്ക് ചാണ്ടി ഉമ്മനോട് ഒരു സ്നേഹമുണ്ട്. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഇത്രയും പുതുമുഖങ്ങൾ വരുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിനൂടെ മന്ത്രിസ്ഥാനം കൊടുക്കാമായിരുന്നു എന്നായിരുന്നു അവരുടെ ഒരു പങ്ക്. പക്ഷേ അങ്ങനെ കിട്ടും എന്ന് അവർക്കാരോ ഉറപ്പ് കൊടുത്തിരുന്നു എന്നാണ് അവർ പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഈ ആന്റണിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് മാധ്യമങ്ങളിൽ ഞാൻ കണ്ടത്. അതുപോലെ ഇപ്പോൾ ഈ എതിരാളികൾ പറഞ്ഞു വരുത്തുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ ഈ എളിമ രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ നടപ്പാണേലും സൈക്കിളിൽ പോയ പ്രചാരണമാണെങ്കിലും തന്നെ അതൊരു PR-ൻ്റെ മറ്റൊരു തന്ത്രമാണെന്നാണ് അവർ ആക്ഷേപിക്കുന്നത്. അതിൽ എത്രത്തോളം ഒരു കഴിവുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് സ്വാഭാവികമാണ്. അതിനകത്തൊരു PR ഉണ്ടല്ലോ, സ്വാഭാവികമാണ്. ഇപ്പം ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചുള്ള ആ PR-ൻ്റെ സുഖം അയാൾക്ക് മനസ്സിലായി. ആ സുഖത്തിൽ കൂടെ തന്നെയാണ് പുള്ളി മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് നല്ല PR ഉണ്ട്, അത് നമുക്കറിയാമല്ലോ. ഇപ്പം VD സതീശന് നല്ല PR വർക്കുണ്ട്. തീർച്ചയായും ആർക്കെങ്കിലും അറിയാം അദ്ദേഹത്തിന് ഇത്രയും വലിയ PR ഉണ്ട് എന്നുള്ള കാര്യം. അദ്ദേഹത്തിന് അറിയപ്പെടുന്ന ഒരു സ്ഥാപനം തന്നെയാണ് അദ്ദേഹത്തിന് PR വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. PR ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ആർക്കും പിടിച്ചെടുക്കാൻ കഴിയില്ല. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന സാധനം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. ഒരാളെയും അല്ലാതെ ഒരു മാധ്യമവും അല്ലാതെ ഒരാളെ സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന മാധ്യമങ്ങൾ വഴിയാണ് നമ്മൾ സ്വാധീനിക്കപ്പെടുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ജനത്തെ കയ്യിൽ ഇന്നിപ്പം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം, നേരത്തെ ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേ ഇതുള്ളായിരുന്നു, അതൊരു ഏജ് ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു. പക്ഷെ അതിപ്പം മാറി. ഇപ്പം എനിക്കൊക്കെ അറിയാം, ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള 70-75 വയസ്സുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഒക്കെ ഫേസ്ബുക്കിൽ അവരുടെ പ്രൊഫൈലും ഒക്കെ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു, നമുക്ക് റിക്വസ്റ്റ് അയക്കുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കും ഇവരെ കാണുമ്പോൾ ഇതെങ്ങനെ, അത് പിള്ളേർ ചെയ്താൽ, അവർ അമേരിക്കയിൽ നിന്ന് ചെയ്താൽ, അല്ലെങ്കിൽ അവരിപ്പോൾ ഇതിനകത്തോട്ട് കയറി വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളുടെയൊക്കെ ഒരു വിചാരം എന്താ, ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ അത് ഒരു നിശ്ചിത ഏജ് ഗ്രൂപ്പിലുള്ളവർ കാണുന്നുള്ളൂ. അത് മാറി. ഇപ്പം എല്ലാ ആൾക്കാരും ഇനിയിപ്പം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആൾക്കാർ തീർത്തും കുറവാണ്. വളരെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കയ്യിലേ നമ്മുടെ നാട്ടിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തതായിട്ട്. അതിപ്പോൾ ഈ PR-ൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ PR മാത്രമായി ഒതുങ്ങി പോകുമ്പോഴാണ് ജനങ്ങൾക്കത് ഇഷ്ടക്കേടുണ്ടാക്കുന്നത്. അതിന് ഉദാഹരണമായിരുന്നല്ലോ പിണറായി വിജയന്റെ അവസ്ഥ. പിണറായി സർക്കാരിന്റെ PR-ൽ അമിതമായി വിശ്വസിച്ചു. PR മാത്രമായി ഒതുങ്ങിപ്പോയി. അതെ, ഒരു പണിയും ചെയ്തിട്ടില്ല. PR-ൽ ഈ ചെയ്യാതിരുന്ന പണികളെയൊക്കെ താൻ കാണിച്ചു കൂട്ടിയ ദുഷ്ടതരങ്ങളെയും താൻ കാണിച്ചു കൂട്ടിയ മോശം പ്രവർത്തനങ്ങളെയും എല്ലാം PR കൊണ്ട് മറികടക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചിടത്താണ് അദ്ദേഹത്തിൻ്റെ സർക്കാർ താഴെ പോയത്. നല്ലൊരു സ്ഥാനാർത്ഥി, ഒരു വിമത സ്ഥാനാർത്ഥി, കണ്ണൂരിലെ കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ TK ഒന്നിനെ പോലൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഈ പിണറായി വിജയൻ ധർമ്മടത്ത് തോറ്റുപോനെ അയാൾക്കെതിരെ നിന്നിരുന്നെങ്കിൽ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അയാൾ ചെന്നെത്തി. എന്നിട്ടും PR വർക്കിന് ഒരു കുറവും ഇപ്പോഴും പിണറായി വിജയൻ വരുത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഈ ചാണ്ടി ഉമ്മൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം PR ചെയ്ത കൂട്ടത്തിൽ തന്നെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അത് രണ്ടും കൃത്യമായി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മിടുക്ക്. പിണറായിയെ സംബന്ധിച്ച് PR-ൽ മാത്രം ഒതുങ്ങി വിശ്വസിച്ചു പോയി എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ന്യൂനത. എന്തായാലും ചാണ്ടി ഉമ്മന് ഒരു മന്ത്രിസ്ഥാനം ഈ മന്ത്രിസഭയിൽ തന്നെ കിട്ടിയേക്കാം എന്ന് എനിക്കും തോന്നുന്നുണ്ട്. എന്തായാലും ഈ മന്ത്രിസഭയിൽ ഒരു റീഷഫിളിങ് വരും. ഒരു 2.5 വർഷത്തിന് ശേഷം മൊത്തത്തിൽ ഈ മന്ത്രിസഭയെ ഒന്ന് ഉടച്ചു വാർക്കും. അപ്പോൾ ഇപ്പോൾ സ്പീക്കറായിട്ടിരിക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ പിന്നീട് മന്ത്രിസഭയിലേക്ക് വന്നുകൂടായികയില്ല. കാരണം ഇപ്പം സഭയിലുള്ളതിൽ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് അംഗങ്ങളിൽ ഒരാളാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹമൊക്കെ ഏത് നിമിഷവും മന്ത്രിസഭയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സ്പീക്കർ സ്ഥാനത്തേക്ക് മാറി ചിലർ അതുപോലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ ചാണ്ടിയുമ്മനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടുള്ള വലിയ ഈ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന പേരല്ലാതെ അദ്ദേഹത്തിന് ഈ രാഷ്ട്രീയത്തിൽ അദ്ദേഹം അത്ര തിളങ്ങി വന്ന വ്യക്തി അല്ല എന്നൊരു ആക്ഷേപം ഈ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. ഒന്നുമല്ല, അദ്ദേഹം NSU-വിലൊക്കെ പഠിച്ച NSU-വിൻ്റെ ഇതായിട്ട് ഡൽഹിയിൽ പഠിച്ച സമയത്ത് NSU-വിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം അങ്ങനെ അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പിന്നെ അച്ഛൻ്റെ മകനാണ്. ആ അച്ഛൻ്റെ വഴിയെ പാരമ്പര്യത്തിലൂടെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി. അത് കോൺഗ്രസ്സിൽ അത് പുതിയ കാര്യമൊന്നുമല്ല, കോൺഗ്രസ്സിൽ അത് സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നുമുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഒരു പരിഗണനയ്ക്ക് വരുന്നേയില്ല. ഇവിടെ ഇപ്പം നമുക്കറിയാം, എല്ലാ രാഷ്ട്രീയക്കാരെയും മക്കൾ രാഷ്ട്രീയ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാവരും മന്ത്രിമാരായിട്ടാണ്. അത് LDF-ലും വന്നിട്ടുണ്ട്, UDF-ലും വന്നിട്ടുണ്ട്. ഇപ്പോൾ KB ഗണേഷ് കുമാർ LDF-ൻ്റെ മന്ത്രിയല്ലായിരുന്നു, അദ്ദേഹം അച്ഛൻ്റെ പറയല്ലേ മന്ത്രിയായിരുന്നു. അതുപോലെ ഈ പറയുന്ന ജോസ് കെ മാണി ജയിക്കാതെ പോയതുകൊണ്ട് അല്ലേ ജോസ് കെ മാണി ഇവിടെ മന്ത്രിയാകേണ്ട ആളാണ് അല്ലേ. അപ്പോൾ അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന നാരായണക്കുറുപ്പ് സാറിൻ്റെ മകനാണ് പ്രൊഫസർ N ജയരാജ്. അപ്പം അങ്ങനെ ഒക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അച്ഛൻ മന്ത്രിയായി അല്ലെങ്കിൽ മകൻ മന്ത്രിയാകുന്നു, അതൊന്നും ഒരു വിഷയമേ അല്ല.
ഉമ്മൻചാണ്ടിക്ക് യോടുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് ഒരു മന്ത്രിസ്ഥാനം ചാണ്ടി ഉമ്മന് കൊടുക്കണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് കുടുംബാംഗങ്ങൾക്കും ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർക്കുള്ളത്. പക്ഷേ അത് എത്രത്തോളം കോൺഗ്രസ് പാർട്ടിയിൽ ഇനി നടക്കും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. കാരണം അതിൽ കൂടുതൽ ഒരുപാട് പേര് തന്നെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ച ആളുകളുണ്ട്. അപ്പോൾ VT ബൽറാം അടക്കം എത്ര പേര് പുറത്ത് നിൽക്കും, അതെ അതെ, അവിടെയാണ് പ്രശ്നമുള്ളത്. ഈ ചാണ്ടി ഉമ്മനേക്കാൾ സീനിയറായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരില്ലേ. അപ്പോൾ അതിനകത്തൊന്നും കാര്യമില്ല. ചാണ്ടി ഉമ്മനൊക്കെ ഇനിയും വരുന്ന അവസരങ്ങളുണ്ടല്ലോ. 44 വയസ്സെങ്ങാണ്ടേ ആയിട്ടുള്ളൂ. അതെ. ഇപ്പം നിലവിലാണല്ലോ അദ്ദേഹം ഇപ്പോൾ ഇത്രയും സ്വീകാര്യനായി നിൽക്കുന്നു. ഒരു പക്ഷേ ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത അദ്ദേഹത്തിന് ഇനിയും വർദ്ധിക്കും എന്നാണോ, അതോ? അത് തന്നെ വർദ്ധിക്കുമല്ലോ. അത് വർദ്ധിച്ചു എന്നെ തെളിവാണല്ലോ ഇത്തവണ ഉണ്ടായ ഈ SIR കഴിഞ്ഞതിന് ശേഷമുള്ള വോട്ടെടുപ്പിലായിട്ട് പോലും അത്രയും ഭൂരിപക്ഷം ഉണ്ടായില്ല. പിന്നെ പ്രത്യേക കാര്യം തന്നെ. ചാണ്ടിയുമ്മനെ നിരാശപ്പെടേണ്ട കാര്യമില്ല. ചാണ്ടിയുമ്മൻ എന്തായാലും പിന്നീട് കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു അവസരത്തിലാണെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തിന് യോഗ്യതയുണ്ട്, യോഗ്യനുമാണ്.